നമ്മൾ കാണുന്നത് ആർസിഎമ്മിൻ്റെ തുളസി പെയിൻറ്റിൻ്റെ സെക്ഷനാണ്. തുളസി പെയിൻറ്റ് നമുക്ക് എത്രമാത്രം ബോട്ടിലാണ് ഇവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുക. ഇത് നമ്മുടെ കമ്പനിയുടെ അകത്തുള്ള തുളസി പെയിൻറ്റിൻ്റെ ഗോഡൗൺ ആണ്. എത്രമാത്രം ഒരു ബാച്ചിൽ തന്നെ എത്രമാത്രം പെയിൻറ്റുകളാണ് 10 ലിറ്ററിൻ്റെ, 4 ലിറ്ററിൻ്റെ, 1 ലിറ്ററിൻ്റെ, 20 ലിറ്ററിൻ്റെ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുക. ഗ്രേസ്, ഓറിയ, അതുപോലെ തന്നെ നമ്മുടെ എറ്റേണിറ്റി, പോളിമർ പുട്ടി, അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ, നമ്മുടെ പെയിൻറ്റുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ നിൽക്കുന്നു. ഞാൻ ഇത്രയും വലിയൊരു ഗോഡൗണിൽ നിൽക്കുമ്പോൾ പോലും എനിക്ക് അഡീഷണൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെ ഒരു സംഗതി പോലും ഇവിടെ ഇല്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ബേസ് തിരിച്ച് വരെ വെച്ചിട്ടുണ്ട്. 20ാമത്തെ ബേസ്, 11ാമത്തെ ബേസ്, 17ാമത്തെ ബേസ്, അങ്ങനെ ബേസ് തിരിച്ച് ഓരോ ഉൽപ്പന്നങ്ങളും മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പം ഫാക്ടറി വിസിറ്റിന് വന്നിരിക്കുകയാണ്. ആദ്യം കയറിയത് തുളസി പെയിൻറ്റിലാണ്. തുളസി പെയിൻറ്റിൽ കയറിയ ഉടനെ നമുക്ക് ഇവിടെ ഒരു ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ ഇതിൻ്റെ ബുദ്ധിമുട്ടോ സംഗതികളോ കാര്യങ്ങളോ ഇല്ല. ഇവിടെ ഓർഡർ ഓരോ ആൾക്കാർ എടുക്കുന്നതും ഡിസ്പാച്ച് ചെയ്യുന്നതും വണ്ടിയിൽ കയറ്റുന്ന സംഗതികൾ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈമേഴ്സിൻ്റെ ഇവിടെ പ്രൈമേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതോ പെയിൻറ്റ് മിഷൻ, ടിൻറ്റ് ചെയ്യുന്ന മെഷീനും കാര്യങ്ങളും, അതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ റീപാക്കിങ്ങിൻ്റെ സെക്ഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ പ്രൊഡക്ട്സുകൾ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി, പ്രൊഡക്ട്സുകൾ വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന സംഗതി കാര്യങ്ങൾ, ഇതെല്ലാം ഇവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും.